ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും ഒക്കെ ചൈതന്യത്തിൽ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു സമയമാണ് നോമ്പ് കാലം. നോമ്പ് കാലം വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തേണ്ട ഒരവസരം കൂടിയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സുകളിൽ നോമ്പ് കാലം എന്നുള്ളത് ഭക്ഷണ ക്രമീകരണവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇറച്ചി കഴിക്കാത്ത, മീൻ കഴിക്കാത്ത, മുട്ട ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ അങ്ങനെ ഒരു ഭക്ഷണ ക്രമീകരണം മാത്രമല്ല നോമ്പിൻ്റെ ചൈതന്യം എന്നുള്ളത്. മറിച്ച് വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്കും കൂടുതൽ സമയം കണ്ടെത്തേണ്ട ഒരവസരമാണ് നോമ്പ് കാലം. ഈശോയുടെ മരുഭൂമിയിലെ 40 ദിവസത്തെ ആ ഒരു ജീവിതം അനുസ്മരിച്ചുകൊണ്ടുകൂടിയാണ് നമ്മൾ നോമ്പ് കാലം ആചരിക്കുന്നത്. ആ മരുഭൂമിയിലെ 40 ദിവസത്തെ പ്രാർത്ഥനയുടെ അവസാനം ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കാൻ സാധിക്കും. വിശുദ്ധ മത്തായിയും മർക്കോസ് സുവിശേഷകനും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും ഈ മരുഭൂമിയിലെ പരീക്ഷ നമ്മൾ വായിക്കുന്നുണ്ട്. ആ മരുഭൂമിയിലെ പരീക്ഷയുടെ ഒരു പ്രത്യേകത, 3 പ്രലോഭനങ്ങൾക്കും ഈശോ പിശാചിനെ എതിരിടുന്നത് വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. ഈശോയ്ക്ക് നൽകപ്പെടുന്ന 3 പ്രലോഭനങ്ങളും കല്ലുകൾ അപ്പമാക്കി മാറ്റുവാനുള്ള പ്രലോഭനത്തെ ഈശോ എതിരിടുന്നത് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിനുശേഷം ദേവാലയ മുകളിൽ നിന്നും അഗ്രത്തിൽ നിന്നും താഴേക്ക് ചാടി തന്നെ തെളിയിക്കുവാനുള്ള പിശാചിൻ്റെ പ്രലോഭനത്തെ ഈശോ അതിജീവിക്കുന്നത് സങ്കീർത്തന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ടാണ്. തന്നെ ആരാധിച്ചുവാൽ ഈ ലോകം മുഴുവൻ, അധികാരം മുഴുവനും വിട്ടു നൽകാം എന്നുള്ള പിശാചിൻ്റെ പ്രലോഭനത്തെ ഈശോ മറികടക്കുന്നത് വീണ്ടും നിയമാവർത്തന പുസ്തകത്തിലെ വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈശോ വചനത്തിൽ നിമഗ്നനായ, ഈശോ വചനം തന്നെയാണ്. എങ്കിലും ഈശോയുടെ ജീവിതത്തിൽ പലപ്പോഴും ഈശോ വചനം പഴയ നിയമത്തിൽ നിന്നും ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് പഴയ നിയമ പുസ്തകങ്ങളോടുള്ള ഈശോയുടെ പരിചയമായിരുന്നു. ഈശോ കുരിശിൽ കിടക്കുമ്പോഴും സങ്കീർത്തനങ്ങളാണ് ഉരുവിട്ടത്. സങ്കീർത്തനം 22 എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള വാക്കുകൾ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വിശുദ്ധ ഗ്രന്ഥം കൂടുതൽ വായിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള ഒരു സമയമാകണം നോമ്പാചരണത്തിൻ്റെ സമയം. എങ്കിൽ മാത്രമേ നോമ്പ് കാലത്തിൻ്റെ അവസാനം ജീവിതത്തിലുടനീളം നമുക്ക് തുടരുന്ന പിശാചിൻ്റെ പ്രലോഭനങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് എതിരിടുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഗ്രന്ഥമാണ് ഇത്തരത്തിലുള്ള നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു വരുവാനും പിശാചിൻ്റെ പ്രലോഭനങ്ങളെ ശക്തമായി വിജയകരമായി എതിരിടുവാനും നമ്മെ സഹായിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം മനനം ചെയ്യുവാനും വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കുവാനും വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനുമുള്ള ഒരു സമയമാകട്ടെ ഈ നോമ്പാചരണ സമയം. അതുകൊണ്ട് തന്നെയാണ് ഈ നോമ്പ് കാലത്ത് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇടവകകളിലൊക്കെ വിശുദ്ധ ഗ്രന്ഥ കൺവെൻഷനുകളൊക്കെ നമ്മൾ നടത്തുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ ഈ 50 ദിവസങ്ങൾ വിശുദ്ധ ഗ്രന്ഥം കൂടുതൽ ആഴത്തിൽ വായിക്കുവാനും ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞത് 4 സുവിശേഷങ്ങളെങ്കിലും വായിച്ചു തീർക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം. ഈ നോമ്പാചരണ സമയം നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധ ഗ്രന്ഥ വായനയുടെ ശക്തിയാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ധ്യാനത്തിലൂടെ, മനനത്തിലൂടെ രൂപാന്തരപ്പെടുത്തുവാൻ, ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ കഴിയുന്ന രീതിയിൽ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.